പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിട്ടു പോകണം എന്ന ഇന്ത്യയുടെ ആ മുന്നറിയിപ്പ് അതിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. വിസ കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് ഇന്ത്യ വിട്ടു പോകണം എന്നുള്ളതാണ് നിർദ്ദേശം. വിനീത വിജയ് അതിന്റെ വിശദാംശങ്ങളുമായുണ്ട്. വിനീത, മെഡിക്കൽ വിസ ഉള്ളവർക്ക് ചൊവ്വാഴ്ച വരെ ഇവിടെ തുടരാം, അതല്ലാത്തവർ ഇന്നത്തേതോടുകൂടി ഇവിടെ നിന്ന് മടങ്ങണം എന്നുള്ള കർശനമായ നിർദ്ദേശം ഇന്ത്യ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് മടങ്ങുന്നവരുടെയൊക്കെ തിരക്കുണ്ടോ അതിർത്തിയിൽ? എന്താണ് അവിടെ നിന്നൊക്കെയുള്ള കാഴ്ചകൾ? ഇപ്പോൾ ഇത് മടങ്ങിപ്പോകുന്ന ആ നടപടിക്രമങ്ങൾ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന തരത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? അനുജ, ഇത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ വിസ കാലയളവ് വെട്ടി ചുരുക്കിയിരിക്കുന്നത്. ഇന്ന് 72 മണിക്കൂർ ആണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ആ 72 മണിക്കൂർ ഇന്ന് അവസാനിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും പാക് പൗരന്മാർ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ഉറപ്പാക്കിയതിനു ശേഷം അത് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈമാറേണ്ടതായിട്ടുമുണ്ട്. ഒപ്പം അനുജ സൂചിപ്പിച്ചതുപോലെ ഈ മെഡിക്കൽ വിസ കാലാവധി അത് ഇനി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അവസാനിക്കും. അതിനുശേഷം മെഡിക്കൽ വിസയിൽ കഴിയുന്ന പാക് പൗരന്മാർ കൂടി ഇന്ത്യ വിട്ടു പോകണം എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ തന്നെ ഗുജറാത്തിലടക്കം പോലീസ് കടുത്ത നടപടികളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ പല മേഖലകളിലും അവർ പരിശോധന നടത്തുകയും ഈ പാകിസ്ഥാൻ പൗരന്മാരെ കസ്റ്റഡിയിലേക്ക് എടുക്കുകയും അവരെ തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ ഇതിനോടകം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാരും തിരികെ രാജ്യത്തേക്ക് എത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. വാഗ അതിർത്തി വഴി ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 450 ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഇന്ത്യ അടക്കം ചെയ്തു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ നൽകിയിട്ടുമുണ്ട്. ഈ വിസ കാലയളവ് കഴിയുന്ന സാഹചര്യത്തിൽ ഒരു സംസ്ഥാനത്തും പാകിസ്ഥാൻ പൗരന്മാർ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കി അതത് സംസ്ഥാനങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ വിവരം അറിയിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. അനുജ.